അതിന്റെ വർത്താനം കേട്ടാ യേശുവിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ എല്ലാരെയും ഉപേക്ഷിക്കണം എന്നുള്ള രീതിയാണ് പുള്ളിയുടെ. അവന്റെ ലാസ്റ്റ് പോക്ക് പോലെ, കർത്താവ് ഞാൻ നിന്നെ അനുഗമിക്കാം, വീട്ടിൽ പോയി യാത്ര. യേശുവിനെ അനുഗമിച്ചിട്ടാണ് നീ വീട്ടിൽ പോകേണ്ടത്. മാത്രം എന്തിനാന്നറിയോ? നിന്റെ അപ്പനും അമ്മയും നിന്റെ സഹോദരങ്ങളും നരകത്തിൽ പോകാതിരിക്കണമെങ്കിൽ നീ അറിഞ്ഞ ദൈവത്തെ നീ തിരിച്ചു എന്ന് പറയണം. ഈ അടവ് പരിപാടി ഒന്നും ഇതിലില്ല. പണ്ട് ഒരുത്തന് ഭൂതം പിടിച്ചിങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് എതിർദേശത്ത് നിന്ന് അവനെ യേശു തൊട്ട് സുഖപ്പെടുത്തി. സുഖപ്പെട്ട് കഴിഞ്ഞ് ഈ പന്നിക്കൂട്ടത്തിലേക്ക് ഇവന്റെ ഭൂതം എല്ലാം കൂടെ പോയി അതെല്ലാം ചാടി ചത്തു. ഇത് ചത്തു കഴിഞ്ഞപ്പോ ഈ മുതലാളിമാരൊന്ന് പല്ല് കടിക്കുക. കാര്യം യേശുവിനെ തല്ലാനും പറ്റുന്നില്ല, അവരുടെ സ്വത്തുക്കളും നഷ്ടപ്പെട്ടു, ഇവൻ സുഖവും പ്രാപിച്ചു. ഇവന്മാരെ എല്ലാം കണ്ട് ഇവന്റെ മേത്ത എന്നറിയോ, ഇവൻ കാരണമാണുള്ള ഇതെല്ലാം നടന്നത്. ഇവൻ ചുമക്കുന്നാങ്ങി ചുമന്നിരുന്നെങ്കിൽ ഞങ്ങളുടെ സ്വത്തുക്കൊന്നും ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. യേശു അറിഞ്ഞുകൊണ്ട് കൊടുത്തൊരു പണി എന്നറിയോ, ഈ പന്നിക്കൂട്ടത്തിന്റെ എല്ലാ ഓണേഴ്സ് ആരാന്നറിയോ? യഹൂദന്മാരാ. യഹൂദന്മാരുടെ പ്രമാണം എന്താണെന്നറിയോ? പന്നി വളർത്തരുത്. പന്നി അവരുടെ പറമ്പിൽ പോലും പന്നി ചവിട്ടിയാൽ അശുദ്ധമാണ്. പക്ഷെ ഇവന്മാര് കട്ടെന്ത് ചെയ്യുക? വളർത്തുക. ഇന്നത്തെ ക്രിസ്ത്യാനി വാറ നടത്തണ പോലെ. അതല്ലേ അവർക്കിട്ടും പണി കിട്ടിക്കൊണ്ടായിരിക്കണം. സ്വോത്രം. ഒത്തിരി മിടുക്കന്മാര് കണ്ണീരും കയ്യിലുമായി. എത്രണ്ണത്തിന്റെ ഒറ്റപുത്രന്മാരൊക്കെ നഷ്ടപ്പെട്ടു പോയി എന്നറിയോ? വഴി യാത്രയിലും അപകടങ്ങളിലും പെട്ട്. എന്നിട്ട് നമ്മൾ പറയും തലയെ വരയാ. പിന്നെ പോരാന്നേരം ഒരുത്തന്റെ തലയെ മഷിയെടുത്തിട്ട് വരയ്ക്കുകയല്ലേ, നീ പോയി വണ്ടി ഇടിച്ച്. ആ ദൈവം തന്നെ അത്ര വിവരമില്ലാത്തവനാ. സ്വോത്രം. അങ്ങനെയൊന്നും ദൈവം ചെയ്യില്ല. നമ്മളായിട്ട് വരയ്ക്കാതിരുന്നാ മതി. നമ്മളാ തീരുമാനിക്കേണ്ട നമ്മളെ പിള്ളേരെ എവിടെ വരെ പോ. പ്രാർത്ഥിപ്പാൻ നീ തയ്യാറാണ്. നിന്റെ കൊച്ചിന്റെ കാലിൽ കല്ലിൽ തട്ടൂല. ഞങ്ങളുടെ മക്കളൊന്നും അത്ര വലിയ നല്ല പിള്ളേരൊന്നും അല്ലായിരുന്നു. ഒരിക്കല് പാസ്റ്റർ അവനെ എന്റെ മോനെയും കൊണ്ട് KSRTC കയറിയിരുന്നു പോരുക. കാശിനൊക്കെ വിഷമമുള്ള കാര്യമല്ലേ. കണ്ടക്ടർ ടിക്കറ്റ് ഇതേ ഒരു ടിക്കറ്റ് തന്നേക്കാം. അപ്പൊ എന്റെ മോൻ മടിയിരിക്കുക. ആ കൊച്ചിന് ടിക്കറ്റ് വേണ്ടേ? അവന് പ്രായം എത്ര ഉണ്ടെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞ 5 വയസ്സിൽ താഴെയാണ്. പോവാ ഞാൻ 7-ലല്ലേ യാത്രക്കാരൻ കേൾക്കപ്പറു പോവാ എനിക്ക് 7 വയസ്സില്ലേ. അങ്ങനത്തെ സാധനം എന്റെ മോൻ. സ്വോത്രം. അവൻ വളർന്ന് എന്റെ വരെ വെല്ലുവിളിക്കുമായിരുന്നു. സ്വോത്രം. ഞങ്ങളൊക്കെ പ്രാർത്ഥിച്ച് ഇന്ന് അവരെയൊക്കെ സംരക്ഷിച്ചു മക്കളെ. സ്വോത്രം. അത്ര വലിയ മോശമൊന്നും അല്ലായിരുന്നു എന്റെ ഒന്നും മോനൊന്നും. ഞാൻ പേടിച്ചു ഇവൻ കയ്യിൽ നിന്ന് പോകുന്നു. ഒരു മോനല്ലേ ഉള്ളൂ. പള്ളിക്കൂടത്തെ വിട്ടാ കോളേജിൽ നിന്ന് തിണ്ണയിലേ പോയിരിക്കുള്ളൂ, അകത്ത് കയറില്ല. അപ്പം നിങ്ങൾ കാര്യം ഞാൻ പാസ്റ്ററെ പ്രാർത്ഥിച്ചു. ഞാൻ അങ്ങനെയായിരുന്നു. എന്നെ പള്ളിക്കൂടത്തെ വിട്ടാ ഞാൻ അട്ടിക്കടിയിലായിരുന്നു. എന്റെ മോൻ കോളേജിന്റെ തിണ്ണയിലെങ്കിലും പോയിരുന്നു. സ്വോത്രം. അവനെ ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. അപ്പൊ എന്നെ സാറ് വിളിച്ചൊരിക്കേ സാറ്. അപ്പൊ എന്റെ ഫാമിലി എന്തെങ്കിലും തല്ലി അയക്കും. ഞാൻ പറഞ്ഞ സാറില്ല, അവനെ കല്യാണം കഴിക്കുമ്പോ എന്താ പഠിച്ചതെന്ന് ചോദിച്ചാൽ കോളേജിന്റെ തിണ്ണയിലാ പഠിച്ചെന്ന് നമുക്ക് പറയാം. അതുപോലെ ആ ചെറുടെ വിശ്വാസം ഇരിക്കുന്ന കോളേജിന്റെ തിണ്ണയിൽ പോയവന് പെണ്ണ് കിട്ടില്ല. എന്നോട് പറയുമ്പോ പാഷക്ക് ഇത്രയും സമ്പത്തൊക്കെ ഉള്ള ആളല്ലേ, പാഷ അറിയപ്പെടുന്ന ആളല്ലേ. സ്വോത്രം. പാഷ മോന് നന്നായി പഠിപ്പിക്കണം, ഇല്ലേ പെണ്ണ് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. സ്വോത്രം. അത് എന്നോട് നേരിട്ട് പറഞ്ഞ. പിന്നെ ഇവനൊക്കെ അല്ലേ തീരുമാനം. എന്റെ എങ്ങനെ പെണ്ണ് കിട്ടില്ല, എന്റെ എങ്ങനെ കല്യാണം കഴിപ്പിക്കാൻ നോക്കുക. ക്യൂവായിരുന്നു പെണ്ണുങ്ങള്. ഞാൻ കിട്ടാൻ നോക്കിയുള്ളൂ. അങ്ങനെ ആയിരുന്നു. ആ ക്യൂവിൽ ഇവിടെ രക്ഷപ്പെട്ടൊന്നും. സ്വോത്രം. നിങ്ങൾ വേറൊരു സ്റ്റൈല് പ്രസംഗം കേട്ടിട്ടുണ്ടോ? സ്വോത്രം. ഇവള് 10ാമിയാ. ഇവൾ സത്യം പറഞ്ഞപ്പോ ആരോട് വരാനോ അവരുടെ ചേച്ചി ഇവിടെ ഇരിപ്പുണ്ട്. ചേട്ടനോട് ഇവിടെ ആരോട് വരാനോ അതൊന്നും ചോദിച്ചില്ല. 6 ആങ്ങളമാരും മേലുണ്ട്. അമ്മയുണ്ട്. അന്ന് അച്ഛനുണ്ട്. ശാനപ്പെടുമ്പോ അമ്മ ശക്തമായ പ്രശ്നം ഉണ്ടാക്കി. ഇവളോട് പറഞ്ഞു ആയുധം വെട്ടിയാൻ നുറുക്കുമെന്ന് പറഞ്ഞു. അമ്മ പോയി പണി നോക്കാൻ അവൾ ശാനപ്പെട്ടു. ഇംഗ്ലണ്ടിൽ സ്റ്റീഫനേജിലെ സ്റ്റേജിൽ കൺവെൻഷൻ അവിടെ ഞാനും എന്റെ അനിയനും ഒന്നിച്ച് പ്രസംഗിച്ചു. സ്വോത്രം. എന്റെ അപ്പൻ പണ്ട് മുണ്ടക്കയ എസ്റ്റേറ്റിൽ ടാപ്പറായിരുന്നു. റബ്ബർ ടാപ്പ് ചെയ്യുന്നതാണ്. അന്ന് വെള്ളക്കാരാ സൂപ്രണ്ടുമാര്. പാല് തിരിഞ്ഞൊഴിയാ ഈ സായിപ്പ് കാല് മടക്കി അടിക്കുമായിരുന്നു.
പാല് തിരിഞ്ഞ വഴി ഇപ്പൊ സായിപ്പിന്റെ ബുള്ളറ്റ് വരുക. എന്റെ അച്ഛൻ ഭയങ്കര ബുദ്ധിയാ. കറക്റ്റ് സ്ഥലത്തായിരുന്നു അച്ഛന്റെ ബുദ്ധി. കുഞ്ചേലാന്നാണ് ഞങ്ങളെ കറക്റ്റായിരുന്നു. സായിപ്പ് ബുള്ളറ്റ് കൊണ്ടെടുത്ത് ഇറങ്ങി വേലായുധ എന്നാ കൊണ്ട് വിഷയം എന്നൊക്കെ ചോദിച്ച് സ്റ്റെപ്പ് വെച്ചോണ്ടിരിക്കുക. ഒറ്റടി അച്ഛനിട്ട് അച്ഛൻ ഒരു ചാട്ടം കൊടുത്തു. തടിയേല് വന്ന് കാല് കൊണ്ട് അയാൾ അവിടെ കിടന്നു. അന്ന് ഞങ്ങൾ പിള്ളേരെയും പിറക്കൊണ്ട് അച്ഛൻ മാർത്തോമാത്തോട്ടത്തിൽ രാത്രി മുങ്ങി. ഇല്ലേ വെടിവെച്ചു കൊല്ലുമായിരുന്നു. സ്വോത്രം. ഞാൻ ഇംഗ്ലണ്ടിൽ പ്രസംഗിക്കാൻ ചെന്നപ്പോ സായിപ്പുമാർ പ്രാർത്ഥിക്കാൻ വന്നു, നിരന്ന് നിന്നു. ഡാർലിംഗ്ടൺ ഇംഗ്ലീഷ് സർവീസിൽ ഞാനാണ് കൺവെൻഷന് 2 ദിവസം പ്രസംഗിച്ചത്. സായിപ്പുമാരെ നിരന്ന് നിന്ന് കഴിഞ്ഞപ്പോ ഞാൻ കർത്താവേ എന്റെ അപ്പനെ തൊഴിച്ചവന്മാരെ സ്വോത്രം. ഇന്ന് ഞങ്ങളൊക്കെ ലണ്ടനിൽ കാല് വെച്ച അന്നേരം വണ്ടി വരും മക്കളെ ഞങ്ങളെ കൊണ്ടുപോകാൻ. ഞങ്ങൾ കൈ തൊട്ടവരൊക്കെ അനുഗ്രഹിക്കപ്പെട്ടു. സ്വോത്രം. രാത്രി ഞങ്ങൾക്ക് സാധാ മനുഷ്യരെങ്കിലും നാം വിശ്വസിക്കുന്ന ദൈവം വലിയവരാണ്. സാധ്യമായ ഒരു കാര്യവും ഇന്ന് രാത്രിയില്ല. എത്ര തകർന്ന മനുഷ്യനെയും പണിയുവാനും എത്ര തകർന്ന കുടുംബത്തെ ഉയർത്തുവാനും കഴിവുള്ള ദൈവകൃപ യേശുവിനുണ്ട്. സ്വോത്രം. അങ്ങനെ എന്റെ ചെക്കൻ ഈ തിണ്ണയിലൊക്കെ നിന്ന് ഒരു വിധത്തിൽ എങ്ങനെയാണെന്നറിയാം. ഒരു ക്ലാസ്സിൽ തോറ്റിട്ടില്ല, +2 തോറ്റില്ല. പക്ഷെ ബികോം കൊണ്ടോട്ടെ എങ്ങനെയൊക്കെ സമ്പാദിച്ചു എടുത്തുവാട്ടെ. ഇവന് ഈ കല്യാണാലോചന വന്നു. അപ്പൊ എല്ലാരും ഓർത്ത് എന്ത് ചെയ്യുമെന്ന്. അവൻ കിട്ടിയ പെണ്ണിപ്പോ മാൾട്ടയിൽ ഫിസിഷ്യനാണ്. ഷീസ് എ ഡോക്ടർ. ഒരുത്തന് പോലും ഇഷ്ടപ്പെട്ടില്ല. ദൈവത്തെ സേവിക്കുന്നവർ സേവിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം ലോകം കണ്ടറിയേണ്ടത്. എന്റെ പെൺമക്കൾ എന്നോട് എതിര് പറയും. മോൻ പറയും, അവള് പറയില്ല. അമ്മേനെ തീ പോലെ പേടിയാണ്. ഞങ്ങളുടെ മരുമകളായാണ്. കർത്താവിനെ സേവിക്കാറുണ്ടല്ലോ, നല്ല മരുമകളെ തരും. ബിലീവ് ദാറ്റ്. തൂമ്പ എടുത്ത് കളിക്കുകയൊന്നും വേണ്ട, വിശ്വസിക്കാൻ മാത്രം. എന്റെ മരുമക്കൾ സാം, എന്റെ മൂത്ത മകളുടെ ഭർത്താവ് സായിപ്പ, അവനാണ് തൊഴുതുകൊണ്ടാണ്. ഈയിടെ എന്റെ ഭാര്യ പറഞ്ഞു, ഞാൻ ഈ സുവിശേഷത്തിന് വേണ്ടി എന്റെ എളി വരെ കളഞ്ഞു, കൈ കളഞ്ഞു, കരഞ്ഞുകൊണ്ട് പണിയാക്കി ചളി. എന്നാലും ഫ്രണ്ടിലും മിറ്റത്തും മിറ്റടിക്കുന്ന ആരാന്നറിയോ? സായിപ്പ്. അപ്പൊ ഞാൻ ആദ്യം ചോദിച്ചു, നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് പണിയെടുക്കുന്നതിനാ ചിരിച്ചോണ്ട് പണിയെടുക്കാനും നിന്റെ മിറ്റം ഇപ്പൊ 1 മാസമായിട്ട് അടിക്കുന്ന ആരാ? സായിപ്പല്ലേ. സ്വോത്രം. അവളുടെ നടുവേദന അന്ന് മാറിയത്. ഞാൻ വാക്കുകൾ ചുരുക്കാം. ദൈവമക്കളെ, ചുമ്മാ ലോക മനുഷ്യൻ ബോധമില്ലാത്തവൻ വല്ലതും പറയുന്ന കേട്ട് വഴിതെറ്റിപ്പോകാം. ഇന്ന് രാത്രി ഒരു ന്യൂ ഡിസിഷൻ. കർത്താവായ യേശു ഒരുത്തന്റെ വീട്ടുവകയൊന്നുമല്ല. കർത്താവായ യേശു എന്റെ ദൈവമാണ് പറയാൻ. ഒരു പിച്ചക്കാരൻ ഒരു ഓടയിൽ നിന്ന് തയ്യാറായാൽ അവന്റെ ദൈവമാണ് യേശു. യേശു അല്ലാണ്ട് ഈ മുട്ടം പള്ളിയൊക്കെ പണിത് പിരിച്ച് വാടകയ്ക്ക് കൊടുത്തു, ആശുപത്രി കെട്ടി, പള്ളിക്കൂടം കെട്ടി, കാശുണ്ടാക്കി ബ്ലേഡ് നടത്തുകയൊന്നുമല്ല. ഇതൊക്കെ തട്ടിപ്പാണ്. നമ്മ കണ്ടെത്തിയ പെന്തിക്കോസ് അനുഭവം, ദൈവാനുഭവം, അത് കാത്തു സംരക്ഷിപ്പാൻ ഒരുപാട് പേരൊന്നും വേണ്ട. ധൈര്യമുള്ള 10 പിള്ളേർ മതി. യേശുവിന്റെ മാർഗം ഇടുങ്ങിയ വഴിയാണ്, അതിലെ പോകുന്നവർ വളരെ ചുരുക്കമാണ്. സ്വോത്രം. യേശു ഇന്ന് രാത്രി നമ്മെ വിളിക്കുന്നുണ്ട്. ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു. ആർക്കാണ് ഈ വിളി കേൾക്കുവാൻ ഇന്ന് രാത്രി ആഗ്രഹം? സ്വോത്രം. ആ വിളിക്ക് മറുപടി കൊടുക്കുവാൻ കർത്താവേ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞാൽ സ്വോത്രം. അതല്ല ആർക്കും വേണ്ടാതെ, ഒന്നിനും കൊള്ളരുതാതെ, എല്ലാം തകർന്ന് ഉടഞ്ഞ ശേഷം നീ ചെന്ന്, നീ എവിടെല്ലാം പോയാൽ ഞാൻ നിന്നെ അറിയും. നിന്നെ ആർക്ക് വേണം? പല്ലും പോയി, കണ്ണും പോയി, ആർക്കും വേണ്ട. നല്ല കാലത്ത്, നിന്റെ യൗവന കാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. കഞ്ഞിക്കുഴിയിൽ ഞങ്ങൾ 2 പേരും ഒരു വീട്ടിൽ ഇദ്ദേഹം ഉണ്ടായിരുന്നു തോന്നുന്നത്. ഒരപ്പനോട് സുവിശേഷം ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ മരണം വാതിക്കലുണ്ട്, വിശ്വസിച്ച് സ്നാനമേക്ക് സ്വർഗം ദാനമായി ലഭിക്കുമെന്ന് പറഞ്ഞു. എന്റെ അമ്മായച്ചൻ വരെ കർത്താവിന് വേണ്ടി ഹൃദയം കൊടുത്തിട്ടാണ് മരിച്ചത്. എന്റെ അമ്മായിയമ്മ ഹൃദയം കൊടുത്തിട്ടാണ്. അച്ഛൻ എന്നോട് പലവട്ടം വന്ന് പള്ളി വന്ന് എന്നോട് പറഞ്ഞു, മോനെ നീ പ്രാർത്ഥിക്കുന്ന യേശുവിനെ എനിക്ക് വേണം. എന്റെ ഭാര്യയുടെ അപ്പൻ
ഒരു തൊടലിൽ കിടന്ന എന്റെ ജ്യേഷ്ഠൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു. എന്തും മെടുക്കനായിട്ട് ഞങ്ങളുടെ തറവാട് വീട്ടിലുണ്ട്. കാണണോ നിങ്ങൾക്ക്? വണ്ടിക്കൂലിക്ക് ആശുണ്ടെ കൊണ്ട് കാണും. ക്രൈസ്തരോട് ഒരു കുഴപ്പമില്ല. ഞങ്ങളെല്ലാം ദൈവം ആദരിപ്പാനിടയായി. എല്ലാ ശാപങ്ങൾ മാറിപ്പോയി. സ്വത്രം എല്ലാ ശാപവും മാറിപ്പോയി. എന്ന് ഞങ്ങളുടെ വീട്ടിൽ ഒരുത്തന്റെ കാല് കല്ലിൽ തന്നെ ഞങ്ങൾ അറിയും. ഒരാൾ മരിക്കണമെങ്കിൽ പോലും ഒരു വെളിപ്പാട് ദൈവം ഞങ്ങൾക്കുണ്ടാവും. സ്വത്രം. ഒരു മരണം ഞങ്ങളുടെ വീട്ടിൽ നടന്നു. ഞാൻ സ്വപ്നം കണ്ടു. ഞാൻ കുവൈറ്റിൽ നിന്ന് വിളിച്ച് എന്റെ മകനോട് പറഞ്ഞപ്പോ പോവാന്ന് പറഞ്ഞു. ഞാൻ എന്റെ മരുമകന്റെ ഈ കൊള്ളാം ഫോൺ എന്ന് പറഞ്ഞു. ഞാൻ പറയാം നമ്മുടെ വീട്ടിൽ മരണമുണ്ട് എന്ന് പറഞ്ഞു. സ്വത്രം. പിറ്റേ ദിവസം മരണം ഉണ്ടായി. അത്രയ്ക്കുള്ള ദൈവകൃപ നമ്മളോട് ദൈവത്തിനുണ്ട്. നമുക്ക് എന്ത് സംഭവിച്ചാൽ തകർന്നു പോകാൻ കുഞ്ഞെ ദൈവം നമ്മളെ നിർത്തും. ദൈവം നമ്മള് വിശ്വാസികളായി ഉള്ള പ്രത്യേകത, നമുക്ക് എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഒരപ്പൻ അല്ലെങ്കിൽ അമ്മ തലോടുന്ന പോലെ നമ്മളെ നിർത്തും. നിന്നാ പോരെ. നമ്മളെല്ലാം മരിക്കും. മരണം തെറ്റായ കാര്യമല്ല, എല്ലാവർക്കും ഉള്ളതാണ്. സ്വത്രം. യേശു വരുവാൻ വൈകിയാൽ നമ്മളൊക്കെ ലൈനിലുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചേ നമുക്ക് കഴിയുള്ളൂ. സ്വത്രം. ജീവിതത്തിൽ നിരാശകൾ ഓർത്ത്, വേദന ഓർത്ത്, രോഗമോർത്ത്, കടമോർത്ത്, ഭാരമോർത്തൊന്നും നിങ്ങൾ നിരാശപ്പെടരുത്. നിങ്ങൾ പ്രാർത്ഥനയോടെ മുന്നേറ്. നിങ്ങളുടെ ഒരു കൊച്ചുമതി നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടുവാനായിട്ട്. സ്വത്രം. ഞങ്ങളൊക്കെ ഭയങ്കര സങ്കടങ്ങളിലൂടെ കടന്നുപോയെങ്കിലും എല്ലാ പാതകളെയും അനുഗ്രഹിപ്പാൻ യേശു മതിയായ ദൈവമായിരുന്നു. എങ്ങും ദൈവം അവമാനിപ്പാൻ ഏൽപ്പിച്ചിട്ടില്ല. ഇന്ന് രാത്രി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നുണ്ട്. സ്വത്രം. ഇന്ന് രാത്രിയിൽ സ്വർഗത്തിൽ ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. സ്വത്രം. എന്റെ പൊന്നു ദൈവമക്കളെ, ഞാൻ ഒരു കാലത്ത് ഒരു വളരെ ചെയ്ത ബിസിനസ് എല്ലാം ഫെയിലായിരുന്നു. ഒരിക്കൽ ഞാൻ മടുത്ത അവസാനം. പക്ഷെ ഞാൻ ഭയങ്കര അധ്വാനിയായിരുന്നു. ഞാൻ ഒന്ന് തെറ്റിയാൽ അടുത്തതിൽ കയറി പിടിക്കും. ഞാൻ പാസ്റ്ററായിരുന്നുകൊണ്ട് തന്നെ ബിസിനസ് ചെയ്യും. എന്നെ എന്റെ ലീഡേഴ്സ് പറഞ്ഞിട്ടുണ്ട്, നിനക്കൊരു പ്രത്യേക കഴിവുള്ള ആളാണ്, നിന്റെ താലന്തുകളൊന്നും കളയണ്ട, മുമ്പോട്ട് പോകും, ഓരോ കാര്യങ്ങൾ ചെയ്യും, ആരോട് പറയാൻ. ഞാൻ ബിസിനസ് ചെയ്താ ഞാൻ മുടിഞ്ഞത്, പക്ഷേ ബിസിനസ് ചെയ്താ ഞാൻ വിജയിച്ചത്. സ്തോത്രം. ദൈവം എന്റെ കൈവേലകളെല്ലാം ഭയങ്കരമായിട്ടാണ് അനുഗ്രഹിച്ചത്. എന്റെ മക്കളിൽ ഒരാൾ ഒരു ലോൺസിലല്ല ജീവിക്കുന്നത്. ഒരാൾക്ക് വേണ്ടി പോലും ഒരു രാജ്യം വിടാൻ. എന്റെ മക്കൾ 5 പേര് മരുമക്കള് എല്ലാവരും കൂടെ യൂറോപ്പിലുണ്ട്. ഒരാൾ പോലും ഒരു പൈസ കടമെടുക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ പറഞ്ഞത് എന്റെ അമ്മയപ്പന്മാർ മരിക്കുമ്പോ ഞങ്ങൾക്ക് വീതം തന്നുകൊണ്ടല്ല, കർത്താവ് ഞങ്ങൾക്ക് ദൈവമായി വന്നപ്പോ നമ്മുടെ എല്ലാ കാര്യവും ദൈവം ഏറ്റെടുത്തു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അത്താഴത്തിന് വിളിച്ചവൻ സ്വത്രം ഒഴിവൊഴിവ് പറഞ്ഞു മാറിയെങ്കിൽ ഇന്ന് രാത്രി ഒഴിവ് പറഞ്ഞു മാറരുത്. സ്വത്രം. അത്താഴത്തിന് ക്ഷണിച്ച ശേഷം എല്ലാം ഒരുക്കി എന്നിട്ട് ചെന്ന് പറഞ്ഞു, വീണ്ടും വിളിപ്പിച്ചു. നമ്മളൊക്കെ ഒന്നല്ലേ ക്ഷണിക്കുള്ളൂ. ക്ഷണിക്കുമ്പോ തന്നെ നേർച്ചയിടും, ദൈവം 2 പേരെയും കൂടെ വരല്ലെന്ന്. കാര്യം ആ കാശോടെ ബാക്കിലിടാറും. നമ്മുടെ അങ്ങനെയുള്ള ആളുകളുണ്ട്. സ്തോത്രം. ഒരുത്തൻ ഇയാളെ എന്നോട് പറയാ, ഭയങ്കര ധനവാനാണ്, ഞാൻ പ്രാർത്ഥിച്ചാ പുള്ളി പൈസക്കാരനായി. ആ പുള്ളി പറയാം, എന്റെ പൊന്നു ആശ്രയി വയറില്ലായിരുന്നു, ആ പൈസ തിന്നുന്ന പൈസ ഞങ്ങളുടെ ബാങ്കിലില്ലായിരുന്നു. എന്തൊരു പൊട്ടനാണ്. ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യർ ലോകത്തുണ്ട്. സ്തോത്രം. നമുക്കൊരു വയറ് തന്നെയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. തിന്ന് ചാകാലോ. സ്തോത്രം. നമ്മുടെ പെന്തിക്കോസ് പള്ളിയിൽ ഒരു പരിപാടിയുണ്ട് ഇപ്പം ഞായറാഴ്ച. പെന്തിക്കോസുകാരനും അതെ, പയറും കഞ്ഞി. ഞാൻ ചെന്നിടത്ത് പറഞ്ഞു, പാസ്റ്റേ നമുക്ക് പയറ്. ഞാൻ പറഞ്ഞു, നിന്റെ അപ്പനും കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. എനിക്ക് വേണം. സ്തോത്രം. പയറും കഞ്ഞി എനിക്കത് കാണുന്ന കഴിയാണ്. സ്തോത്രം. ഞങ്ങൾ ഈ 36 വർഷമായിട്ട് ബീഫും കാട്ടുപോത്തിനെ പിടിക്കാൻ സമ്മതിക്കാത്തതുകൊണ്ട്, അല്ലെ അതുകൂടെ പിടിച്ചവരോട് തീറ്റിച്ച് വെച്ച് അപ്പോൾ പോകുള്ളാരും. ജീവിക്കുവാണെങ്കിൽ മോനെ മനുഷ്യനെ പോലെ ജീവിച്ചു പഠിക്കണം, പൈസ ഉണ്ടാക്കണം, നന്നായി തിന്നോണം. സ്തോത്രം. ഉപവാസം, അത് സഭ ഉപവസിക്കുമ്പോ നീ ഉപവസിക്കാതിരുന്നാ മതി. പിന്നെ നീ 21-40 പാസ്റ്ററെ ഓവർടേക്ക് ചെയ്ത് വല്ലോടും വീണ് ചത്താ പിന്നെ ശവടക്കം ഞാൻ വരണ്ടോ? അത് വേണ്ട, നീ ഒരു നേരം ഉപവസിച്ചാൽ മതി. അത് ഞാൻ വരുന്ന ഉപവസിക്കുകയും ചെയ്യരുത്. സ്തോത്രം. നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി അപ്പസ്തോലനെ കാത്തിരുന്ന് തീറ്റിച്ച് പ്ലീസ് പ്രാർത്ഥിക്കാം. സ്വർഗത്തിലെ ദൈവം യേശു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം സത്യം പറഞ്ഞാൽ മനസ്സോറൊന്ന് ചിരിച്ചല്ലേ. ഇതിനാ കർത്താവിനെ സേവിക്കും. ഒന്ന് ചിരിക്കാൻ നമുക്ക് പറ്റിയിട്ടില്ലായിരുന്നു.
ഞാൻ ഈ കർത്താവിനെ കണ്ട ശേഷം ചിരിച്ചത്. മറ്റേ ചിരി വെറും തട്ടിപ്പായിരുന്നു, വെറും തട്ടിപ്പ്. എന്നാന്നറിയോ, ഷോപ്പ് തുടങ്ങി അകത്തൊന്നും ഇല്ലാതെ ഷട്ടർ പൊക്കി വെക്കുന്ന പരിപാടിയായിരുന്നു പണ്ടത്തെ നമ്മുടെ ചിരി. നല്ലൊരു ഷോപ്പ് ബോർഡൊക്കെ വെച്ച് ഓപ്പൺ ചെയ്തിട്ട് ഷട്ടർ പൊക്കിയപ്പോ അകത്തൊന്നും ആ സൈസ് ചിരിയായിരുന്നു. ഇന്ന് സത്യത്തെ ആത്മാർത്ഥമായിട്ടാ ചിരി. ചിലരൊക്കെ കരയാൻ വേണ്ടി അങ്ങ് ഇറങ്ങിയേക്കുവാ. കണ്ണീരോടെ കണ്ണീര് കാൽവരി ചൊരിഞ്ഞ കണ്ണീരിനേക്കാൾ വലിയ കണ്ണീരൊന്നും നമുക്ക്. എന്നിട്ട് കരഞ്ഞു കഴിഞ്ഞിട്ട് യേശു പറഞ്ഞു, ചിലതൊക്കെ നിവൃത്തി. അങ്ങനെയല്ല യേശു പറഞ്ഞു, സകലതും നിവൃത്തിയായിരുന്ന. അങ്ങനെങ്കിൽ കരയുവാനല്ല, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അത് ലോകം തരുന്നത് പോലെ ലോകത്തിന് തരുവാൻ കഴിയാത്തതും തിരിച്ചെടുക്കുവാൻ കഴിയാത്തതുമായ ദിവ്യമായ സമാധാനം. ആ സമാധാനം നിങ്ങളുടെ മേലും നിങ്ങളുടെ മക്കളുടെ മേലും നിങ്ങളുടെ കുടുംബത്തിന്മേലും നിങ്ങൾ പാർക്കുന്ന ദേശത്തിന്മേലും നിങ്ങളുടെ രാജ്യത്തിന്മേലും ഉണ്ടാകുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. മക്കളെ, നിങ്ങളൊന്ന് ചെറുപ്പക്കാരൻ കണ്ട എനിക്ക് കൊതിയ വരുന്നോടാ യോഗം കഴിഞ്ഞ് ഞാൻ പോകുമ്പോ നിങ്ങളായിരിക്കും. ഞാൻ ചാക്ക് കൊണ്ടുവന്നില്ല, എല്ലാം രണ്ടെണ്ണം കുമ്പനാല മുളപ്പഴ കൊണ്ട് ചേർക്കാനാണ്. സ്വോത്രം. നിങ്ങൾ പ്രാർത്ഥനയോടെ മുന്നേറും. ഞാൻ ഇനിയും വരും. എനിക്ക് വരാൻ പൈസ ചെലവൊന്നുമില്ല. എനിക്ക് കോണ്ടാ സിറ്റി കാർ എന്റെ ചേച്ചി മേടിച്ചിരുന്നു. അദ്ദേഹം അവള് വിശ്വാസിയെന്ന് വലിയ വിശ്വാസിയൊന്നുമല്ല. ഞാൻ എന്ത് വേണേലും എനിക്ക് മേടിച്ചു തരാൻ കഴിവുള്ളൂ. എന്റെ ചേട്ടൻ എനിക്ക് മേടിച്ചു. ഞങ്ങൾ ഇനിയും വരും. മനസ്സിലായോ? നിങ്ങൾ പ്രവർത്തിക്കുക, നിങ്ങൾ നല്ല വ്യാപാരം ചെയ്യുക. ബിസിനസ് ആരാണോ പ്രാർത്ഥിച്ചൊരു ഓടിയവതിയായി വേറെ കൺഗ്രാജുലേഷൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചോ. അങ്ങനെയുള്ള ആളുകൾ പൈസ ഇച്ഛിച്ചൊന്നുമല്ല. ദൈവം നമ്മെ അനുഗ്രഹിപ്പാനാണ് യേശു വിളിച്ചത്. ചെറിയ ചെറിയ പ്രയത്നങ്ങളെ ഉയർത്തുന്ന ദൈവമാണ്. ഞങ്ങൾക്കൊക്കെ എനിക്കൊക്കെ 10-50 തൊഴിലാളികളുണ്ടായിരുന്നു സമയത്ത്. ഞാൻ വേണ്ടെന്ന് വെച്ചതാണ്. ഒരു ടെലിഫോൺ മതി എനിക്ക് പൈസ ഉണ്ടാക്കാൻ. എന്നോട് ദൈവം 55 വയസ്സ് പറഞ്ഞു. ഞാൻ 55 വയസ്സായപ്പോ എന്റെ ഷോപ്പുകളെല്ലാം സ്റ്റോപ്പ് ചെയ്തു, ബിസിനസ് എല്ലാം സ്റ്റോപ്പ് ചെയ്തു. പണം ദാരിദ്ര്യത്തിന്റെ വക്കിൽ നിന്ന് എനിക്കിന്ന് ക്ഷാമം ജീവിതത്തെ അനുഭവിക്കാറില്ല. നിങ്ങളുടെ ദൈവം എത്ര ലക്ഷം രൂപ ചുമ്മാ ഒരു കോൾ വിളിച്ചു വെച്ച തരാൻ ആളുകൾ. സ്വോത്രം. യേശു സ്വാതന്ത്ര്യം തന്നതാണ്. യേശു നമ്മ ശാപങ്ങൾ മാറ്റി. യേശു നമ്മെ അനുഗ്രഹിക്കുകയാണ്. യേശു വിളിച്ചു വരുത്തി അപമാനിക്കുകയല്ല, അനുഗ്രഹിക്കുകയാണ്. കർത്താവ് ഇന്ന് രാത്രി എന്നെ ഒന്ന് അനുഗ്രഹിക്കണമെന്ന് ആഗ്രഹമുള്ള ചങ്കത്ത് കൈവച്ച് നിങ്ങളെല്ലാവരെയും തൊട്ട് പ്രാർത്ഥിപ്പാൻ സമയമില്ല. ഞാൻ ഒരു വാട്ടിൽ പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ഇന്ന് രാത്രി രമേശ് ബാസു പ്രാർത്ഥിച്ച സ്വോത്രം. ദൈവം പ്രവർത്തിക്കുന്നു, വിശ്വസിക്കുന്നു. കർത്താവ് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്റെ മക്കളെ യേശുവിന്റെ നാമത്തിൽ അങ്ങയുടെ ദാസന്മാരായ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരെ അനുഗ്രഹിക്കും. ഇവർ വീരണമേ, ഇവരുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടണമേ. ആയുഷ്യം നന്മകൾ കൊണ്ട് ഇവരെ തൃപ്തരാക്കണമേ. യൗവനത്തിൽ തിയേറ്ററും മദ്യപാനവും പുകവലിയും എല്ലാം വിട്ട് എല്ലാം മറന്ന് എന്റെ രാജ്യത്തിന് വേണ്ടി അനുഗ്രഹിക്കപ്പെട്ട മക്കളായ തീരുമാനത്തോട് ഇന്ന് രാത്രി വരുവാൻ ഇവർ കാണിച്ച കൃപകൾക്കായി സ്തോത്രം. അതിൽ സ്വർഗത്തിലെ ദൈവരെ അനുഗ്രഹിക്കൊണ്ട് സ്തോത്രം.